Hi friends, എൻ്റെ അടുത്തിരിക്കുന്ന ഈ സാധനം കണ്ടില്ലേ, ഇതാണ് നമ്മൾ റീസെൻ്റ്ലി ഉണ്ടാക്കിയ മിൻറ്റ് ടവർ. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗാർഡനിൽ കുറച്ച് സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് വെർട്ടിക്കലായിട്ടുള്ള സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ട് ചെറിയ ചെടികൾ, അതായത് മിൻറ്റ്, പൊന്നാങ്കണ്ണി, ചീര അതുപോലുള്ള ചെറിയ ചെടികളൊക്കെ വളർത്താൻ പറ്റിയ ഒരു ടെക്നിക്കാണിത്. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ സോയിലെ സ്പോട്ടിംഗ് മിക്സർ ചേർക്കാം, അല്ലെങ്കിൽ സാധാരണ മണ്ണും ചകിരിച്ചോറും കമ്പോസ്റ്റൊക്കെ കൂടെ ചേർത്തിട്ടുള്ള സോയിലും ചേർക്കാം. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മണ്ണില്ലാത്ത മിശ്രിതമാണ്. അതിനകത്ത് ഇപ്പോൾ മിൻറ്റ് വെച്ചിട്ട് കുറച്ച് ദിവസമായി നന്നായിട്ട് ലഷായിട്ട് വളർന്ന് ഇപ്പോൾ ഉണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ഹാർവെസ്റ്റ് ചെയ്ത് കുറച്ചൊക്കെ എടുക്കാം. വീട്ടിലാവശ്യത്തിന് ഇതുപോലെ ഒരു മിൻറ്റ് ടവർ ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇതുപോലുള്ള ഹെർബ്സ് കിട്ടിക്കൊണ്ടിരിക്കും. ഇതിപ്പോൾ നിൽക്കുന്നത് വളരെ ചെറിയൊരു സ്പേസാണ്, ഏകദേശം ഒരടി സ്ക്വയർ പോലും ഇല്ല. ഇതിനകത്ത് ഏകദേശം 48 ചെടികൾ വയ്ക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണിത്. ചെറിയ ചെടികൾ വയ്ക്കാൻ പറ്റുള്ളൂ, അതൊരു കാര്യം. എന്നാലും ഒരു 48 ചെടികൾ ഇതിനകത്ത് വയ്ക്കാൻ പറ്റും. നമ്മുടെ കിച്ചൺ ഗാർഡനിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് മിൻറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ്. ഞാനിത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോ എടുത്ത് വെച്ചപ്പോഴേക്കും കുറച്ച് നീളം കൂടി പോയി. അതുകൊണ്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കുന്നത് 2 പാർട്ടായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യത്തെ പാർട്ടിൽ നമ്മുടെ ഇതിൻ്റെ ബേസ് ഉണ്ടാക്കുന്നതും ഈ പൈപ്പിൻ്റെ ഹോളൊക്കെ ഇട്ട് റെഡിയാക്കുന്നതും വരെ ഉള്ളൂ. രണ്ടാമത്തെ വീഡിയോയിലാണ് ബാക്കി അതിനകത്ത് സോയിൽ മിക്സർ നിറയ്ക്കുന്നതും മറ്റു കാര്യങ്ങളും ചെടി വയ്ക്കുന്നതും പിന്നെ ഇത്രയും ലഷായിട്ട് നിൽക്കുന്ന വരെയുള്ള കാര്യങ്ങൾ രണ്ടാമത്തെ വീഡിയോയിലാണ് പറയുന്നത്. നിങ്ങൾ ഓരോ ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യണമെങ്കിൽ ഉടനെ തന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് അപ്ലോഡ് ചെയ്യും. ഇന്നിപ്പോൾ നമ്മളിതിൻ്റെ പകുതി വരെയുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാൻ അതിന് മുന്നേ ഞാൻ സന്തോഷ്. ഇത് ഫ്രഷ് ലീവ്സ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ. ഞാൻ റൂഫ് ടോപ്പ് ചെയ്യുന്ന ഹൈഡ്രോപോണിക് ഫാമിങ്ങും പിന്നെ കുറേ ഓർഗാനിക് ഫാമിങ്ങിൻ്റെ വിശേഷങ്ങളും അതിന് ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ടെക്നിക്സ് നിങ്ങളോട് വിവരിക്കുന്ന കുറച്ച് വീഡിയോകളാണ് ചാനലുള്ളത്. വീഡിയോകൾ മുടങ്ങാതെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ഓൺ ചെയ്ത് വെച്ചിരിക്കുമോ. ഞാൻ ഇതുപോലെ പുതിയ വീഡിയോകൾ ഇടുമ്പോഴേക്കും ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാനാണ് ബെല്ലൈക്കൺ ഓൺ ആക്കി വയ്ക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ മിൻറ്റ് ടവർ ഉണ്ടാക്കുന്നത് ഈ പൈപ്പ് ഉപയോഗിച്ചിട്ടാണ്. ഇത് നമ്മുടെ ഒരു 4 ഇഞ്ചിൻ്റെ PVC പൈപ്പാണ്. ഒരു 1/2 മീറ്ററേക്കാളും കുറച്ചുകൂടെ നീളം കൂടുതലുണ്ടെന്ന് തോന്നുന്നു. നമുക്കിത് വെച്ചിട്ടാണ് മിൻറ്റ് ടവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ നമുക്ക് കെട്ടി തൂക്കിയിടാം. ഇതെവിടെ 2 ഹോളൊക്കെ ഇട്ടിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കയറിൽ കെട്ടിയിടാവുന്നേ ഉള്ളൂ. അപ്പോൾ മിൻറ്റൊക്കെ ഇവിടെ നിന്നൊക്കെ പൊടിച്ച് വന്നോളൂ. ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിനൊന്ന് വെർട്ടിക്കലി കുത്തി നിർത്താനാണ്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് മണ്ണൊക്കെ നിറച്ച് കഴിയുമ്പോഴേക്കും വെയിറ്റ് കാരണം അത് മറിഞ്ഞ് വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ടാക്കണം. ആ സ്റ്റാൻഡ് ഉണ്ടാക്കാനായിട്ട് ഞാനിതുപോലെ തന്നെ 4 ഇഞ്ച് PVC പൈപ്പിൻ്റെ അറ്റത്ത് വരുന്നവരുണ്ട്, കണക്ഷൻ വരുന്നൊരു ഭാഗമുണ്ടല്ലോ, കുറച്ചുകൂടെ വീതി കൂടിയ ഭാഗം. അപ്പോൾ ഹൈഡ്രോപോണിക് സിസ്റ്റം നമ്മൾ ഉണ്ടാക്കുമ്പോഴേ ഇത് സാധാരണ വെട്ടിക്കളയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇതിൻ്റെ പുറത്ത് എൻക്യാപ്പ് വയ്ക്കാൻ പറ്റത്തില്ല. ഈ സ്ലിം ആയിട്ടുള്ള ഭാഗത്തായിരിക്കും എൻക്യാപ്പ് വയ്ക്കുന്നത്. അതുകൊണ്ട് ഈ കണക്ഷൻ വരുന്ന പാർട്ട് നമ്മൾ വെട്ടിക്കളയും. അപ്പോൾ ഇങ്ങനെ വെട്ടി മാറ്റിയതിലൊരു വേസ്റ്റ് വന്ന പീസാണിത്. ഇതിലാണ് നമ്മൾ സ്റ്റാൻഡ് ഉണ്ടാക്കാൻ പോകുന്നത്. ബേസിക്കലി ഈ ഭാഗത്ത് നമ്മൾ ഇതിനെ ഇങ്ങനെ ഇറക്കി വയ്ക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മുടെ സ്റ്റാൻഡ് റെഡിയാക്കുന്നത്. അപ്പോൾ മണ്ണൊക്കെ നിറയ്ക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മാറ്റുന്ന സമയത്തോ ഇവിടെ നിന്ന് ഊരിയെടുത്തിട്ട് നമുക്കതിനെ മെയിൻ്റനൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ താഴെ ഹോളിന് ഇടുന്നതുകൊണ്ട് വെള്ളമൊക്കെ ഡ്രെയിനായി പോകും. ആ ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാലും ഇതും സ്റ്റേബിളല്ല. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് ഹോൾഡ് ചെയ്യാനായിട്ട് ഇതിന് ചുറ്റും ഒരു നല്ലൊരു ബേസ് ഉണ്ടാക്കണം. ഞാൻ ചെയ്യാൻ പോകുന്നത് കോൺക്രീറ്റിലൊരു ബേസ് ഉണ്ടാക്കാനാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാൻ പോകാം. അപ്പോൾ നമ്മൾ ഈ ടവറിൻ്റെ ബേസ് ഉണ്ടാക്കാനായിട്ട് ഒരു മോൾഡായിട്ട് എടുത്തേക്കുന്ന ഈ ഒരു പഴയ ഒരു സ്റ്റീൽ ബേസിനാണ്, ഒത്തിരി പഴയൊരു സ്റ്റീൽ ബേസിനാണ്. അപ്പോൾ ഈ ബേസിനകത്താണ് നമ്മൾ ഈ പൈപ്പിൻ്റെ കഷ്ണം വയ്ക്കുന്നത്. ഇതാണ് അതിൻ്റെ വലിയ സൈസുള്ള ആ പൈപ്പിൻ്റെ കഷ്ണം. നമ്മളിതിനകത്ത് ഇതിൻ്റെ സെൻട്രലായിട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വയ്ക്കും. എന്നിട്ട് ഇതിൻ്റെ ചുറ്റും കോൺക്രീറ്റ് ഇട്ട് നിറയ്ക്കും. അത് കഴിഞ്ഞിട്ട് കോൺക്രീറ്റ് ഒക്കെ സെറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഇതിന് അൺമോൾഡ് ചെയ്യുമ്പോഴേക്കും ഏകദേശം ഇതിന് ചുറ്റുമായിട്ടൊരു സ്ട്രക്ചർ ഉണ്ടാവും. അതാണ് നമ്മുടെ ബേസ്, അതാണ് നമ്മുടെ പ്ലാൻ. കോൺക്രീറ്റ് ആയതുകൊണ്ട് നല്ല വെയിറ്റ് ഉണ്ടാവും. പിന്നെ ഇത്രയും വീതിക്ക് ഉള്ളതുകൊണ്ട് സ്റ്റേബിളും ആയിരിക്കും. എത്ര തന്നെ മിൻറ്റ് വലുതായാലും അല്ലെങ്കിൽ മണ്ണ് നിറച്ചാലും ഇത് മറിഞ്ഞു വീഴത്തില്ല. അതിന് മുന്നേ നമുക്കിതിനെ ഈ ബേസിൻ്റെ സെൻട്രലായിട്ട് പ്രോപ്പറായിട്ട് വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് വയ്ക്കണം. ഞാൻ ഹോട്ട് ഗ്ലൂ വെച്ചിട്ടാണ് ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പൈപ്പിൻ്റെ കഷ്ണം ഒട്ടിച്ച് വെച്ചില്ലെങ്കിൽ എന്താ പറ്റുമെന്ന് വെച്ചാൽ നമുക്കിതിന് ചുറ്റും കോൺക്രീറ്റ് ഇടുമ്പോഴേക്കും ചിലപ്പോൾ ഇത് സെൻറ്ററിൽ നിന്ന് മാറിപ്പോവും, ഇല്ലെങ്കിൽ ഇത് ഉയർന്നു വരാൻ ചാൻസ് ഉണ്ട്. അതും ഇല്ലെങ്കിൽ ഇതിനിടയിൽ കൂടെ കോൺക്രീറ്റ് ഉള്ളിലേക്ക് കയറി അവിടെയൊക്കെ പോയി കട്ട പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ഇതിനെ നമുക്കൊന്ന് സെൻറ്ററിൽ ഒട്ടിച്ച് വയ്ക്കാം. ഇപ്പോൾ ഇത് നല്ലവണ്ണം ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കോൺക്രീറ്റ് ഇട്ടാലും ഇത് നീങ്ങി പോകത്തുമില്ല, ഇതിനിടയിൽ കൂടെ ഉള്ളിലേക്ക് കയറത്തില്ല. നമുക്കിതിന് ചുറ്റുമായിട്ട് കോൺക്രീറ്റ് കുഴച്ചിടാം. അതിന് മുന്നേ ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. നമ്മൾ ഇതിനകത്ത് കോൺക്രീറ്റ് ഇട്ട് സെറ്റായി കഴിഞ്ഞ ശേഷം ഇതിന് ഇളക്കിയെടുക്കാൻ എളുപ്പത്തിന് നമുക്കിതിനെ ഒന്ന് ഗ്രീസ് ചെയ്യണം. ഞാൻ ഉപയോഗിക്കുന്നത് സാധാരണ ഗ്രീസ് തന്നെയാണ്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇതിനകത്ത് ഗ്രീസ് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ബേസിനിൽ മാത്രം തേച്ചാൽ മതി, പൈപ്പിൽ തേക്കണമെന്നില്ല. പൈപ്പിൽ കോൺക്രീറ്റ് ഒട്ടിപ്പിടിക്കണം. പക്ഷേ ബേസിനിൽ നിന്ന് നമുക്ക് ഈസിയായിട്ട് വിട്ട് വരാൻ വേണം, അതാണ് നമ്മുടെ ലക്ഷ്യം. ഇതിപ്പോൾ ബേസിൻ്റെ ഏകദേശം മേളിൽ വരെ നന്നായിട്ട് ഗ്രീസ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിനകത്ത് കോൺക്രീറ്റ് ഇട്ടാൽ മതി. നമ്മുടെ ക്വാളിറ്റി ടെസ്റ്റ് മണ്ണും ചരലൊക്കെ വന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. മണ്ണ് എവിടെ കണ്ടാലും ഒന്ന് മാന്തി നോക്കണം. നമുക്ക് കുളമാക്കുമോ എന്തോ.
സോ ഫ്രണ്ട്സ്, കോൺക്രീറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് എംസാൻഡ് എടുത്തിട്ടുണ്ട്. എംസാൻഡിന് വേണമെന്നില്ല, നമുക്ക് ആറ്റുമണലായാലും കുഴപ്പമില്ല, പിന്നെ പാറപ്പൊടിയായാലും കുഴപ്പമില്ല. നമുക്ക് അത്ര ഭയങ്കര സ്ട്രെങ്തിലുള്ള ബേസൊന്നും വേണ്ട, ജസ്റ്റ് ആ പൈപ്പ് ഒന്ന് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബേസ് മതി. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് എംസാൻഡാണ്. പിന്നെ മെറ്റലുണ്ട്, ചെറിയ സൈസ് മെറ്റൽ. ഇതിന് പകരം നമുക്ക് ചരലും എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് സിമൻറ്റ് വേണം. എനിക്ക് പെർഫെക്റ്റ് കോൺക്രീറ്റിൻ്റെ റേഷ്യോ ഒന്നും അറിയത്തില്ല, അപ്പോൾ ജസ്റ്റ് ഒരു ഊഹം വെച്ചൊക്കെ ഇടുകയാണ്. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിന് ആരെങ്കിലും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള കോൺക്രീറ്റിൻ്റെ റേഷ്യോ അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ഇട്ട് അറിയിക്കുക. നമ്മുടെ മറ്റ് വ്യൂവേഴ്സിന് അത് ഉപകാരമായിരിക്കും. അപ്പോൾ നമ്മുടെ മോൾഡിനകത്ത് മാക്സിമം നന്നായിട്ട് കുത്തി നിറച്ചതിന് ശേഷം മേൽഭാഗം ഈവനായിട്ട് ലെവൽ ചെയ്തൊന്ന് വെച്ചാൽ മതി. ഇത് ഫുള്ളൊന്നും അറിയണമെന്നില്ല, നമുക്കിത്രയും ഹൈറ്റ് മതി. ഇത്രയേ ഉള്ളൂ. നമ്മുടെ മിൻ ടവറിന് വേണ്ടിയിട്ടുള്ള ബേസ് റെഡിയായി. ഇനി ഇത് ഇവിടുന്ന് സെറ്റ് ആവട്ടെ. 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്കിതിനെ ഇളക്കിയെടുക്കാം. അതിനിടയ്ക്ക് ചെറുതായിട്ടൊന്ന് സെറ്റാവാനായിട്ട് രാവിലെ വൈകുന്നേരം കുറച്ച് നനച്ച് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് വേണമെങ്കിൽ നാളെ കുറച്ച് വെള്ളം നിറച്ചിട്ടിരുന്നാൽ മതി. ബേസിനായതുകൊണ്ട് വെള്ളം കെട്ടി നിന്ന് അവിടെ നിന്ന് സെറ്റ് ആയിക്കോളും. നമുക്കിതിന് എന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് പൈപ്പിനകത്ത് ആവശ്യമുള്ള ഹോൾസൊക്കെ ഇടാം. ആ ചെറിയ ചെറിയ ഹോൾ വഴിയാണ് നമ്മൾ മിൻറ്റിൻ്റെ തണ്ട് ഇറക്കി വയ്ക്കാൻ പോകുന്നത്. അപ്പം നെക്സ്റ്റ് നമുക്ക് അത് ചെയ്യാൻ പോകാം. അപ്പോൾ നമ്മുടെ കോൺക്രീറ്റ് അവിടെ നിന്ന് ക്യൂർ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ പൈപ്പിനെ സെറ്റ് ചെയ്യാം. ഞാനിതിനകത്ത് നിറയെ ഹോൾ ഇടാൻ പോവുകയാണ്. നമുക്ക് റാൻഡമായിട്ട് വേണമെങ്കിൽ ഹോൾ ഇടാം, പക്ഷേ ഞാനിപ്പോൾ മെഷർ ചെയ്തിട്ട് ഒരു സർക്കുലർ ഷേപ്പിൽ കുറച്ച് ഹോൾ ഇടാനാണ് പോകുന്നത്. ഈ ഹോളിലൂടെയാണ് നമ്മൾ ഇതിനകത്ത് നിറയ്ക്കുന്ന പോട്ട് മിക്സിലേക്ക് പുതിന ഇറക്കി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്കിതിനൊന്ന് മെഷർ ചെയ്തിട്ട് ആവശ്യമുള്ള മാർക്കിങ് കിട്ടിയതിന് ശേഷം നമുക്ക് ഹോൾ ഇടാം. ഇതിപ്പോൾ 2 അടിയുണ്ട്, 24 ഇഞ്ചുണ്ട് ഇതിൻ്റെ നീളം. നമുക്ക് ഓരോ 2 ഇഞ്ച് ഇടവിട്ടിട്ട് ഹോൾ ഇടാം. അപ്പോൾ ഇതിൽ ആദ്യത്തെ കുറച്ച് ഭാഗം നമ്മുടെ ആ ഇറക്കി വയ്ക്കുന്നതിനകത്തിട്ട് പോകും. അപ്പോൾ നമുക്ക് ആദ്യം 3 ഇഞ്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, പിന്നെ 5, അങ്ങനെ 2 ഇഞ്ച് ഇടവിട്ട് ഞാൻ കുറേ മാർക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഈ മാർക്ക് ചെയ്ത പോയിന്റിൽ ഇതിനൊന്ന് സർക്കിളായിട്ട് വരയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു പേപ്പർ എടുത്ത് മടക്കിയിട്ട് നമ്മൾ അതിനെ ഇങ്ങനെ വെച്ചിട്ടാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റഫായിട്ടേ ഞാൻ വരയ്ക്കുന്നുള്ളൂ, ജസ്റ്റ് നമുക്കൊരു ഐഡിയ കിട്ടിയാൽ മതി എവിടേക്കാണ് ഹോൾ ഇടുന്നത് എന്നുള്ളതിനെ പറ്റി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പൈപ്പിനകത്തുള്ള ഈ ഹൊറിസോണലായിട്ട് വരുന്ന പാർട്ടുകളെല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. വളരെ റഫായിട്ടാണ് വരച്ചത്, നമുക്ക് ജസ്റ്റ് പൊസിഷൻസ് ഒന്ന് അറിഞ്ഞാൽ മാത്രം മതി. ഇനി നമുക്ക് വെർട്ടിക്കലുള്ളതും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് ഹോൾ ഇടാം. അപ്പോൾ ആൾറെഡി നമുക്കിവിടെ റെഫറൻസ് ലൈൻ ഉണ്ട്, അതിന് നേരെ ഓപ്പോസിറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഈ പാർട്ട് കിട്ടും. എന്നിട്ട് ബാക്കി എടുത്ത് കഴിഞ്ഞാൽ ഇവിടെയും കിട്ടും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് 4 റോയിൽ നമുക്ക് ചെടികൾ വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ലൈനിൻ്റെ എല്ലാ ജോയിൻറ്റിലും ഹോളിട്ട് പുതിന വയ്ക്കാമെന്ന് വെച്ചാൽ ഒരുപാടായി പോകും. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് താഴത്തെ ലെവലിൽ ഇടവിട്ടിട്ടുള്ള ഭാഗങ്ങളിലാണ് നമ്മൾ ഹോൾ ഇടുന്നത്. 1 2 3 4. നെക്സ്റ്റ് വരുന്ന ലെവലിൽ നമ്മൾ ഇത് രണ്ടിനും ഇടയ്ക്കായിട്ട്, അതായത് നമ്മൾ താഴത്തെ ലെവലിൽ ഇവിടെ ഹോൾ അടിച്ചെങ്കിൽ നമ്മൾ നെക്സ്റ്റ് റോയിൽ ഇവിടെയാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ 1 2. അപ്പോൾ ഞാൻ പൈപ്പിൽ മാർക്ക് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ ഫസ്റ്റ് റോയിൽ ഇവിടെ ഹോൾ ഇട്ട് കഴിഞ്ഞാൽ അതിന് തൊട്ട് മുകളിലല്ല, അത് വിട്ടിട്ട് നമ്മൾ അതിന് അപ്പുറത്താണ് രണ്ടാമത്തെ ലെവലിൽ ഇട്ടേക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിലുള്ളത്, പിന്നെ അതുപോലെ തന്നെ അടുത്തത് ഇപ്പുറത്തും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഈവനായിട്ട് നമ്മുടെ ചെടിയെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വയ്ക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ടേക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് ഹോളോടെയാണ്. അപ്പോൾ ഞാൻ ഇടുന്നത്, എൻ്റെ അടുത്തൊരു ഡ്രിൽ മെഷീനുണ്ട്, അത് വെച്ചിട്ടാണ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ഡ്രിൽ മെഷീൻ ഇല്ലെങ്കിൽ സാരമില്ല, കമ്പി നന്നായിട്ട് ചൂടാക്കിയിട്ട് അത് വെച്ച് ഒരു ഹോൾ ഇട്ടാൽ മതി. പിന്നെ അതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഹോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 3 mm ബിറ്റ് ഇട്ടിട്ടാണ്. അതിനുശേഷം നമുക്ക് വലുതാക്കാം.
അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ പവർ ടൂൾസ് യൂസ് ചെയ്യുമ്പോഴേക്കും പ്രത്യേകം ശ്രദ്ധിക്കുക. ഗ്ലൗസും നമ്മുടെ കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഗൂഗിൾസൊക്കെ വയ്ക്കുക. അതുപോലെ ഇലക്ട്രിക് സാധനങ്ങൾ ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ശരി, അപ്പോൾ നമ്മുടെ ചെറിയ ഹോളുകളൊക്കെ ഇട്ട് കഴിഞ്ഞു. അതെ കണ്ടില്ലേ, നല്ല പ്രോപ്പറായിട്ട് എല്ലാ ചെറിയ ഹോളുകൾ ഇട്ട് കഴിഞ്ഞു. നമ്മൾ ഇനി ഇതിനെ വലുതാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിനെ ഹോൾ വലുതാക്കുന്നത് ഏകദേശം 6 mm സൈസാണ്. ഇത് 6 mm ബിറ്റാണ്. നമ്മൾ ഓരോ ഹോളിനകത്ത് ഓരോ പുതിനയുടെ തന്നെ വയ്ക്കാൻ ഉദ്ദേശമുള്ളൂ. അപ്പോൾ ഈ ഒരു സൈസ് മതിയാവും. അപ്പോൾ സോ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ. നമ്മുടെ എല്ലാ ഹോളുകളും അതാ വലുതാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്ത് പുതിന വെച്ചാൽ മാത്രം മതി. അതിന് മുന്നേ നമുക്ക് ഇതിനകത്ത് എന്താ മിക്സ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന പോലത്തെ ഒരു മണ്ണില്ലാത്ത മിശ്രിതം തന്നെയാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ചകിരിച്ചോറും കമ്പോസ്റ്റും പെർലൈറ്റും കൂടെ ചേർത്തിട്ടുള്ളൊരു മിക്സറാണ്. അതിൻ്റെ പ്രൊപ്പോർഷൻ എന്ന് വെച്ചാൽ 2 പാർട്ട് ചകിരിച്ചോറ്, 2 പാർട്ട് കമ്പോസ്റ്റ് അല്ലെങ്കിൽ ചാണകപ്പൊടി, പിന്നെ 1 പാർട്ട് പെർലൈറ്റ്. പെർലൈറ്റ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പോട്ടി മിക്സിനകത്ത് നന്നായിട്ട് എയർ സർക്കുലേഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെർലൈറ്റ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ പോട്ടി മിക്സിനെ പറ്റിയും പെർലൈറ്റിനെ പറ്റിയൊക്കെ ഒരു വീഡിയോ നേരത്തെ ചാനൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും മേളിൽ ഐ ബട്ടണിലൊക്കെ കൊടുത്തേക്ക്, അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ പൈപ്പിൻ്റെ പണി കഴിഞ്ഞു. ചില ഹോളൊക്കെ ഒന്ന് നന്നാക്കാനുണ്ട്. അതൊക്കെ ഒന്ന് ജസ്റ്റ് സ്മൂത്താക്കി കഴിഞ്ഞാൽ നമ്മുടെ പൈപ്പിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ പൈപ്പിനെ കുത്തി നിർത്താനുള്ള ഒരു സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കി കോൺക്രീറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ പൈപ്പിനകത്ത് ആവശ്യത്തിന് ഹോൾസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ സ്റ്റേ ട്യൂൺഡ്.